إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. സത്യവിശ്വാസികൾ മറ്റു മാസത്തേക്കാൾ റമദാൻ മാസത്തിൽ ധാരാളമായി സൽക്കർമ്മം ചെയ്യാറുണ്ട്. മറ്റു മാസത്തെ അപേക്ഷിച്ച് ഒരു മിനിമം മുസ്ലിം അവൻ റമദാനിൽ ധാരാളം, അല്ലെങ്കിൽ ആ മാസത്തെ അനുബന്ധിച്ച് അപേക്ഷിച്ച് കൂടുതൽ അമലുകൾ റമദാനിൽ ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹു തആല പറഞ്ഞു, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ആരെങ്കിലും ഒരു അണു, വളരെ ഒരു ചെറിയ അളവ് നന്മയാണ് ചെയ്തതെങ്കിലും അവൻ നാളെ അത് പരലോകത്ത് വെച്ച് കാണും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയൊരു ദർറത്ത്, വളരെ ചെറിയൊരു അളവാണ്. അതാണ് അവൻ നന്മയായി ചെയ്തതെങ്കിലും നാളെ പരലോകത്ത് അതിന്റെ പ്രതിഫലം അവൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇസ്ലാമിലെ വളരെ ചെറിയ പുണ്യകർമ്മങ്ങൾ അത് ചെയ്താൽ നാളെ പരലോകത്ത് പ്രതിഫലമുണ്ടാകും. പക്ഷേ ഈ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, പുഞ്ചിരി സ്വതക്കയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള എളുപ്പത്തിലുള്ള ഒരുപാട് കർമ്മങ്ങൾ ഇസ്ലാമിലുണ്ട്. അത് നമ്മൾ ചെയ്താൽ അല്ലാഹു തആല അതിനുള്ള പ്രതിഫലം നാളെ പരലോകത്ത് നമ്മൾക്ക് നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളാകട്ടെ അല്ലാത്ത കർമ്മങ്ങളാകട്ടെ, അല്ലാഹു തആല കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ, നാളെ നമ്മൾ ചെയ്തിട്ടുള്ള ഖൈർ അല്ലാഹുവിന്റെ അടുത്ത് പ്രതിഫലമായി നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ, നമ്മൾ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ, കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കാൻ, നമ്മുടെ കർമ്മങ്ങൾക്ക് അല്ലാഹു തആല കൃത്യമായി പ്രതിഫലം നൽകാൻ, അതിന് ചില നിർദ്ദേശങ്ങൾ ഇസ്ലാം വെക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ രൂപത്തിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളും. ആ നിർദ്ദേശത്തിന്റെ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, ആ രൂപത്തിലായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം അൽ ഈമാനു വൽ ഇസ്ലാം എന്നുള്ളതാണ്. ഈമാൻ ഉണ്ടായിരിക്കണം, ഇസ്ലാം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു സത്യവിശ്വാസിയിൽ നിന്ന് മാത്രമേ, ഈമാനുള്ള ഒരു വിശ്വാസിയിൽ നിന്ന് മാത്രമേ, മുസ്ലിമായ ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ അല്ലാഹു തആല സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അല്ലാഹു തആല സൂറത്തുൻ നിസായിലെ 124-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദഖരിൻ ഔ ഉൻസ. ആണാകട്ടെ പെണ്ണാകട്ടെ ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ, വഹുവ മുഅ്മിനുൻ, വിശ്വാസിയായിക്കൊണ്ട്, ഈമാനുള്ളവരായിക്കൊണ്ട് ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ, ആണാകട്ടെ പെണ്ണാകട്ടെ അവന് വിശ്വാസമുണ്ടായിരിക്കണം. ആ വിശ്വാസത്തോടുകൂടിയാണ് ഒരുത്തൻ അമൽ ചെയ്തതെങ്കിൽ, ഫൗലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുളമൂന നഖീറ, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, അവനൊരു തരിമ്പ് പോലും അക്രമം, അനീതി കാണിക്കപ്പെടുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, സൽക്കർമ്മം ചെയ്യുന്നത് ആണാകട്ടെ പെണ്ണാകട്ടെ അവൻ വിശ്വാസമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അല്ലാഹു തആല സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞു, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ,
വഹുവ മുഅ്മിൻ. സൂറത്തുൻ നഹ്ലിലും അല്ലാഹു തആല പറഞ്ഞു സൽക്കർമ്മം ചെയ്യുമ്പോൾ അവൻ ഈമാനുള്ളവനായിരിക്കണം, മുഅ്മിനായിരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞു വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. അവൻ മുഅ്മിനായിക്കൊണ്ടായിരിക്കണം, അവൻ പരലോകത്തിലേക്ക് അവിടെ ഉപകാരം ലഭിക്കുന്ന അതിന്റേതായ പ്രവർത്തനങ്ങൾ അത്തരത്തിൽ ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താൽ എന്ന് പറഞ്ഞിടത്തും അല്ലാഹു തആല ഈമാനുണ്ടായിരിക്കണം എന്ന കാര്യം അവിടെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ സൂറത്തു ത്വാഹയിൽ അല്ലാഹു പറഞ്ഞു വമൻ യഅമൽ മിനസ് സാലിഹാതി വഹുവ മുഅ്മിൻ. ഈമാനുണ്ടായിക്കൊണ്ട് ആരെങ്കിലും അമലുൻ സാലിഹ് സൽക്കർമ്മം ചെയ്താൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ അംബിയായിൽ അല്ലാഹു തആല പറഞ്ഞു ഫമൻ യഅമൽ മിനസ് സാലിഹാതി വഹുവ മുഅ്മിനുൻ ഫലാ കുഫ്റാന ലിസഇഹി വഇന്നാ ലഹു കാതിബൂൻ. ഇവിടൊക്കെ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് ഈ 5 സന്ദർഭങ്ങളിലും അല്ലാഹു തആല പറഞ്ഞു അവൻ ഈമാൻ ഉണ്ടായിരിക്കണം, വിശ്വാസത്തോടു കൂടിയാണ് അവൻ അമലുൻ സാലിഹ് സൽക്കർമ്മം ചെയ്തെങ്കിൽ അതാണ് അല്ലാഹു തആല പരിഗണിക്കുകയുള്ളൂ. അപ്പോ നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വിശ്വാസം, നമ്മുടെ ഈമാൻ ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അത്തരത്തിൽ യഥാർത്ഥ വിശ്വാസിയിൽ നിന്നുള്ള അമലുകൾ മാത്രമാണ് അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. വിശ്വാസത്തിൽ വിശിഷ്യ ശിർക്കും കുഫ്റും സംഭവിച്ചാൽ ഒരിക്കലും അവനിൽ നിന്ന് അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. ഷിർക്കാണ് സംഭവിച്ചതെങ്കിൽ അത് വലിയ ഷിർക്ക്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ് സംഭവിച്ചതെങ്കിൽ അവനിൽ നിന്ന് ഒരിക്കലും അല്ലാഹു തആല അമലുകൾ സ്വീകരിക്കുകയില്ല. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ആയത്താണ് വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക് ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹു തആല റസൂലിനോട് പറയുകയാണ് താങ്കളാണ് ശിർക്ക് ചെയ്തതെങ്കിലും നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് അല്ലാഹു തആല പറഞ്ഞു. അതുപോലെ തന്നെ 18 പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞതിന് ശേഷം സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല പറയാൻ വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ആ പ്രവാചകന്മാർ അവരാണ് ശിർക്ക് വെച്ചതെങ്കിലും, അവരാണ് ശിർക്ക് ചെയ്തതെങ്കിലും അവരുടെ അമലുകൾ, അവർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ പൊളിഞ്ഞു പോകുമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചാൽ ഒരിക്കലും അല്ലാഹു തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കുകയില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ശിർക്കിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയ ശിർക്ക് തന്നെ വ്യത്യസ്തമായ ഇനത്തിലുണ്ട്, വ്യത്യസ്തമായ രൂപത്തിൽ വലിയ ശിർക്ക് തന്നെയുണ്ട്. നമ്മൾ ചെറിയ ശിർക്ക്, വലിയ ശിർക്ക് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ വലിയ ശിർക്കിൽ നിന്ന് തന്നെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടില്ല. അശ്ശിർക്കു ഫി ദഅവ, പ്രാർത്ഥനയിലൂടെ ശിർക്ക് വരും. നമ്മൾ അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ, അല്ലാഹു അല്ലാത്ത ഏത് സൃഷ്ടിയോട് പ്രാർത്ഥിച്ചാലും അത് ശിർക്കാണ്, അത് അശ്ശിർക്കു ഫി ദഅവയാണ്. അതുപോലെ തന്നെ അശ്ശിർക്കു ഫി ത്വാഅ, അനുസരണയിലൂടെ ശിർക്ക് വരും, അനുസരണയിലൂടെ ശിർക്ക് വരും എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അല്ലാഹു തആല ഹലാലാക്കിയ ഒരു കാര്യത്തെ പണ്ഡിതന്മാർ ഹറാമാക്കി, അല്ലാഹു തആല ഹറാമാക്കിയതിനെ പണ്ഡിതന്മാർ ഹലാലാക്കി, ആ പണ്ഡിതന്മാർ ഹലാലാക്കിയ ഹലാലിനെ പിന്തുടരുകയും അവർ ഹറാമാക്കിയ ഹറാമിനെ പിന്തുടരുകയും ചെയ്താൽ അവരെ റബ്ബുകളായി സ്വീകരിച്ചു എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബ മിൻ ദൂനില്ലാ എന്ന് പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അനുസരണയിൽ ശിർക്ക് വരും. അതുപോലെ തന്നെ സ്നേഹത്തിലൂടെ വലിയ ശിർക്ക് വരും. അതുപോലെ തന്നെ പേടിയിലൂടെ വലിയ ശിർക്ക് വരും. അങ്ങനെ ശിർക്കിന്റെ, വലിയ ശിർക്കിന്റെ വിവിധ ഇനങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഏതൊക്കെ ശിർക്കുകളുണ്ടോ വലിയ ശിർക്കിൽ തന്നെ വ്യത്യസ്തമായ വകഭേദങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ കുഫർ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അല്ലാഹു തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അത് ഒരിക്കലും ആ വ്യക്തിയിൽ നിന്ന് അല്ലാഹു തആല അമലുകൾ സ്വീകരിക്കുകയില്ല. പലപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്ങനെയാണ് നമ്മളിലേക്ക് കുഫർ സംഭവിക്കുക? നമ്മളൊക്കെ മുസ്ലിങ്ങളാണല്ലോ, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ കുഫർ നമ്മളിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച് പേടിക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് മുസ്ലിങ്ങളിൽ തന്നെ സംഭവിക്കും. ശിർക്കും മുസ്ലിങ്ങളിൽ സംഭവിക്കും. അതുകൊണ്ട് ആ ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും നമ്മൾ പേടിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല കാഫിറുകളുടെ അമലുകൾ എന്താണ് ചെയ്യുക എന്ന് സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞിട്ടുണ്ട്. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. നാളെ പരലോകത്തെത്തിയാൽ അല്ലാഹു തആല കാഫിറുകളുടെ അമലുകളുടെ അടുത്തേക്ക് അല്ലാഹു ചെല്ലുകയും ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, അല്ലാഹു തആല പറയുകയാണ് അവരുടെ അമലുകളെ വിതറപ്പെട്ട ധൂളിയാക്കി മാറ്റും, ഒന്നുമല്ലാതെയാക്കി മാറ്റും. അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ അമലുകളെയും അല്ലാഹു തആല തള്ളിക്കളയും എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുഫർ സംഭവിച്ചാലും നമ്മുടെ അമലുകൾ സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ മുനാഫിക്കുകളെ സംബന്ധിച്ച് മനസ്സിൽ കുഫറുമായി നടക്കുന്ന മുനാഫിഖുൻ അസ്ലിയായ മുനാഫിക്കിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും
ഇല്ലാ അന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി. അവരിൽ നിന്ന് അവർ ചെയ്തിട്ടുള്ള ദാനധർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം ഇല്ലാ അന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി, അവർ അല്ലാഹുവിലും റസൂലിലും കുഫർ കാണിച്ചിട്ടുണ്ട്, അല്ലാഹുവിനെയും റസൂലിനെയും അവർ നിഷേധിച്ചിട്ടുണ്ട് എന്ന കാരണത്താലാണ്. അതുകൊണ്ട് അവരുടെ നഫഖാത്തുകൾ, അവരുടെ ദാനധർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുഫറും ശിർക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, അഥവാ ഈമാനിന്റെയും ഇസ്ലാമിന്റെയും നേർവിപരീതമായ ശിർക്കും കുഫറും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവരിൽ നിന്ന് അമലുകൾ സ്വീകരിക്കുകയില്ല. ഇവിടെ കുഫർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കുഫർ അതിന്റെ വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് കുഫ്റുൽ ജുഹൂദി വത്തക്ദീബ്, പൂർണ്ണമായ ഒരു കാര്യത്തെ കളവാക്കുക. അങ്ങനെ കുഫർ സംഭവിക്കും. അതാണ് യഹൂദികൾക്ക് സംഭവിച്ചിട്ടുള്ള കുഫർ. അവർ വ്യക്തമായ ഹക്ക് മനസ്സിലാക്കിയിട്ടും അതിനെ തള്ളിക്കളഞ്ഞു, അതിനെ നിഷേധിച്ചു. ആ നിലക്കുള്ള കുഫറാണ് യഹൂദികൾക്ക് സംഭവിച്ചത്. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലെ 89-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഫലമ്മാ ജാഅഹും മാ അറഫു കഫറു ബിഹി, അവർക്ക് വ്യക്തമായ ബോധ്യമുള്ള കാര്യം വന്നെത്തിയപ്പോൾ അവർ അതിനെ നിഷേധിച്ചു, തള്ളിക്കളഞ്ഞു എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഈ നിഷേധം, ഈ തള്ളിക്കളയൽ, അതിനാണ് കുഫ്റുൽ ജുഹൂദി വത്തക്ദീബ് എന്ന് പറയുക. അങ്ങനെ കുഫർ സംഭവിക്കും. അതുപോലെ തന്നെ കുഫ്റുൽ ഇറാദി വൽ ഇസ്തിക്ബാർ, അഹങ്കാരം കൊണ്ട് കുഫർ സംഭവിക്കും. അഹങ്കാരം കൊണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് പുറംതിരിഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കാതെ പിന്മാറിപ്പോയാലും കുഫർ സംഭവിക്കും. അതാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് സംഭവിച്ചിട്ടുള്ള കുഫർ. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ തന്നെ പറഞ്ഞു, ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. മലക്കുകൾക്ക് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ചപ്പോ ഇബ്ലീസ് ഒഴികെ അത് ചെയ്തില്ല. അബാ വസ്തക്ബറ, അവൻ പിന്തിരിഞ്ഞു, അവൻ അഹങ്കാരം കാണിച്ചു. ഇവിടെ ഇബ്ലീസിന് സംഭവിച്ചിട്ടുള്ളത്, ആ കുഫർ സംഭവിച്ചത് അഹങ്കാരം കൊണ്ടാണ്. അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ള കാര്യം ചെയ്യാൻ അവൻ ചെയ്തില്ല. അഹങ്കാരം കൊണ്ട് അവൻ അതിൽ നിന്ന് പിന്മാറി. ആ നിലക്കും കുഫർ സംഭവിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കുഫറാണ് കുഫ്റുൻ നിഫാഖ്. നിഫാഖ് എന്ന് പറയുന്ന കുഫർ, അതും സംഭവിക്കും. അബ്ദുല്ലാഹി ഇബ്നു സലൂൽ ലഅനത്തുല്ലാഹി അലൈഹി, അവന് സംഭവിച്ചിട്ടുള്ള കുഫർ ഇതാണ്. അവർ ഇസ്ലാമിനെ പുറത്തു കാണിക്കും. അവരുടെ മനസ്സിൽ തികച്ച കുഫറാണ്. അള്ളാഹുവിനെയും റസൂലിനെയും അവർ നിഷേധിക്കുന്നു. അവർക്ക് വിശ്വാസമില്ല. പക്ഷെ അവർ മുസ്ലിങ്ങളായിട്ടാണ് നടിക്കുക. അവരുടെ പുറമേയുള്ള പ്രവർത്തനങ്ങൾ കണ്ടാൽ തോന്നും അവർ മുസ്ലിങ്ങളാണ്. അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അവർ പേരുകൊണ്ട് മുസ്ലിമായിരിക്കും, അതുപോലെ തന്നെ പള്ളിക്കമ്മിറ്റിയിലുണ്ടായിരിക്കും, അതുപോലെ തന്നെ മഹല്ലുകളിൽ ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ മനസ്സിൽ വ്യക്തമായ, അവരുടെ ഖൽബിൽ വ്യക്തമായ കുഫർ ഉണ്ടായിരിക്കും. അവർക്ക് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസം ഉണ്ടാവുകയില്ല. അത്തരത്തിലുള്ള നിഫാഖിന്റെ കുഫർ, അതും കുഫറിന്റെ മറ്റൊരു ഇനമാണെന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള വചനം, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. ചില ആളുകളുണ്ട്, ഞങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെന്ന് അവർ പറയും, പക്ഷെ അവർക്ക് യഥാർത്ഥത്തിൽ ഖൽബിൽ, ഹൃദയത്തിൽ അവർക്ക് വിശ്വാസമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് കുഫ്റുൻ നിഫാഖ്. മനസ്സിൽ ഒന്ന് വേറെ, പുറത്ത് വേറൊന്ന് മറ്റൊന്ന്. ആ നിലയ്ക്ക് മനസ്സിൽ കുഫർ കൊണ്ട് നടക്കുക, അത്തരത്തിലുള്ള കുഫറാണ് കുഫ്റുൻ നിഫാഖ് എന്ന് പറയുക. അതുപോലെ തന്നെ മറ്റൊരു കുഫറാണ് കുഫ്റു ശക്കി വരീബ, സംശയം എന്നുള്ളത് കുഫറാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള, കൂടുതലായി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് സംശയമുണ്ടാവുക. അള്ളാഹു ഉണ്ടോ ഇല്ലയോ സംശയം. അത് നമ്മുടെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുടിയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കാഫിറുകളാണ്. അതുപോലെ തന്നെ പരലോകത്തെ സംബന്ധിച്ച് നമുക്ക് സംശയം, പരലോകമുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും ബാക്കിയായി കിടപ്പുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മുടെ മനസ്സിലെ കുഫറാണ്. അതിനാണ് കുഫ്റു ശക്കി വരീബ എന്ന് പറയുക. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. ആരാണ് സത്യവിശ്വാസികൾ, ആരാണ് സത്യവിശ്വാസികൾ എന്ന് അല്ലാഹു തആല പറഞ്ഞെടുത്തുള്ള പറഞ്ഞു, അവർ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരാണ്. സുമ്മ ലം യർതാബു, പിന്നെ അവർക്കൊരു സംശയവും ഉണ്ടാവുകയില്ല. അത്തരത്തിലുള്ള ആളുകൾ മാത്രമാണ് സത്യവിശ്വാസികൾ, അവർ മാത്രമാണ് മുഅ്മിനുകൾ എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. സുമ്മ ലം യർതാബു, സംശയം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ വിശ്വസിക്കേണ്ട ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും നമുക്ക് മനസ്സിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. സ്വർഗമുണ്ടോ ഇല്ലയോ, നരകമുണ്ടോ ഇല്ലയോ, അതുപോലെ തന്നെ അള്ളാഹു ഉണ്ടോ ഇല്ലയോ, പരലോകമുണ്ടോ ഇല്ലയോ, ഈ രൂപത്തിൽ വല്ല സംശയവും നമ്മുടെ സംസാരത്തിലൊന്നും വന്നുകൊള്ളണമെന്നില്ല, നമ്മുടെ പ്രവർത്തനത്തിൽ അത് വന്നുകൊള്ളണമെന്നില്ല. നമ്മൾ 5 വക്ത് നമസ്കരിക്കുന്നുണ്ടാവും, നോമ്പെടുക്കുന്നുണ്ടാകും. ഈ സംശയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് കുഫ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ യഖീനിലേക്ക് എത്തണം, ഉറപ്പായ യഖീനായിട്ടുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അല്ലാത്ത നിലക്ക് അത് കുഫ്റു ശക്കി വരീബ, സംശയത്തിന്റെ കുഫ്റായി അത് തീരും എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആ നിലക്ക് പൂർണ്ണമായ ഈമാനുള്ള
ഇസ്ലാമുള്ള ഒരുത്തനിൽ നിന്ന് മാത്രമാണ് അല്ലാഹു തആല അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. ശിർക്കും കുഫ്റും സംഭവിച്ചാൽ അവനിൽ നിന്ന് അല്ലാഹു തആല അമലുകൾ സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരാൾ മുസ്ലിമായാൽ, ഒരു മുഅ്മിനായാൽ, പിന്നീട് അവൻ ചെയ്യുന്ന അമലുകൾക്കൊക്കെ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അവൻ അല്ലാഹുവിന്റെ വജ്ഹ് മാത്രമായിരിക്കണം ഉദ്ദേശിക്കേണ്ടത്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൽഇബ്തിഗാഉ ബിൽ ഇബാദത്തി വജ്ഹല്ലാഹ്. അവനൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ, ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും അവന്റെ ഉദ്ദേശം അല്ലാഹുവിന്റെ വജ്ഹ് മാത്രമായിരിക്കണം. അല്ലാഹുവിന്റെ മുഖം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം. അല്ലാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി മാത്രമായിരിക്കണം അവൻ അമലുകൾ ചെയ്യേണ്ടത്. വസവാബല്ലാഹ്, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രമാണ് അവൻ ആഗ്രഹിക്കേണ്ടത്. ഒരിക്കലും അവന്റെ മനസ്സിലേക്ക് റിയാഓ സുംഅത്തോ അതുപോലെ തന്നെ ദുനിയവിയായ ഒരു ചിന്തകളോ കടന്നു വരാൻ പാടില്ല. നമ്മളൊരു സൽക്കർമ്മം ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ലോകമാന്യത കടന്നു വരാൻ പാടില്ല. ഞാൻ ഇന്ന അമൽ ചെയ്യുന്ന വ്യക്തിയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അമൽ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നവനാണ് എന്ന് ആളുകൾ പറയാൻ വേണ്ടി, അതിനാണ് സുംഅത്ത് എന്ന് പറയുക. ആ നിലക്കും നമ്മൾ അമലുകൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മസ്ലഹ ദുനിയവിയായിട്ട് വല്ല ഗുണം കിട്ടാൻ വേണ്ടിയാണോ നമ്മൾ ആരാധനകൾ ചെയ്യുന്നത്, ഇബാദത്തുകൾ ചെയ്യുന്നത്, നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും അതുണ്ടാകാൻ പാടില്ല. നമ്മൾ ഏത് അമലുകൾ ചെയ്യുമ്പോഴും അതിന്റെ ഉദ്ദേശം അഥവാ ദീനായി ഇബാദത്തായി നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിന്റെയും ഉദ്ദേശം അത് അല്ലാഹുവിന്റെ വജ്ഹ് മാത്രമായിരിക്കണം, അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രമായിരിക്കണം. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ, ജനങ്ങളൊക്കെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അല്ലാഹുവിന് മാത്രം ദീൻ, വണക്കം അല്ലാഹുവിന് മാത്രമാക്കിക്കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുവിന് വേണ്ടി മാത്രമാക്കുക. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത എന്നാണ് നമ്മൾ അർത്ഥം വെക്കുക. യഥാർത്ഥത്തിൽ മാത്രമാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രം ഉദ്ദേശിക്കുക, അല്ലാഹുവിന് വേണ്ടി മാത്രമാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ ചെയ്യുന്ന ഏത് അമലുകളും അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ആ നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം അതാണ് ഇഖ്ലാസ്. മൂന്നാമത്തേത് അൽ ഇത്തിബാഅൻ. നമ്മൾക്ക് ഇഖ്ലാസ് ഉണ്ട്, നമ്മൾ ചെയ്യുന്ന അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. പക്ഷേ നമ്മൾക്ക് തോന്നിയത് ചെയ്യാൻ പാടില്ല, നമ്മൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ല, നമ്മൾക്ക് നല്ലതെന്ന് തോന്നുന്നത് ചെയ്യാൻ പാടില്ല. മറിച്ച് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇബാദത്തായി നമ്മൾക്ക് ചെയ്യാൻ അവകാശം അത് മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ സ്ഥിരപ്പെട്ടതായിരിക്കണം. അല്ലാത്ത നിലക്ക് നമ്മൾക്ക് തോന്നിയത്, നമ്മൾക്ക് നല്ലതാണെന്ന് തോന്നുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹു തആല പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൊണ്ടുവന്നുവോ അത് നമ്മൾ സ്വീകരിക്കണം. റസൂലുള്ളാഹി എന്ത് വിരോധിച്ചുവോ അത് നമ്മൾ ഒഴിവാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് വലിയ മാതൃകയുണ്ട്, ഉസ്വത്തുൻ ഹസന, വലിയ മാതൃകയുണ്ട്, അല്ലെങ്കിൽ നല്ല മാതൃകയുണ്ട് എന്നും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇഖ്ലാസും ഇത്തിബാഉം ഉണ്ടായിരിക്കണം ഒരു മുസ്ലിമിന്റെ അമലിൽ. ഒരിക്കലും അത് രണ്ടും വിട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഉലമാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അമലുകൾ സ്വീകരിക്കാനുള്ള ഷറത്തുകളിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഈമാനുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമലുകൾ സ്വീകരിക്കാൻ രണ്ട് ഷറത്തുകളാണ്, രണ്ട് നിബന്ധനകളാണുള്ളത്. ഒന്ന് ഇഖ്ലാസും ഇത്തിബാഉം. ഇതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ അവന്റെ അമൽ സ്വീകരിക്കൂല. നമുക്ക് നല്ല ഇഖ്ലാസ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഒരു ബിദ്അത്തായിട്ടുള്ള കാര്യം ചെയ്താൽ അതിനുള്ള പ്രതിഫലം നൽകൂല. അതുപോലെ തന്നെ ഇസ്ലാമിലുള്ള ഒരു കാര്യമായിരിക്കും, നിസ്കാരമാണ്, നോമ്പാണ്, പക്ഷെ നമ്മൾക്ക് ഇഖ്ലാസ് ഇല്ല, ആളുകൾ കാണാൻ വേണ്ടിയിട്ട്, ആളുകൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് പ്രതിഫലം ലഭിക്കുകയില്ല. ആ ഇഖ്ലാസും ഇത്തിബാഉം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മളൊക്കെ യാന്ത്രികമായിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഖുതുബയിൽ വന്നു, ഈ ജുമഅക്ക് പങ്കെടുക്കുന്നത് നമ്മളെല്ലാവരും നേരത്തെ വന്നവരുണ്ട്, അതുപോലെ തന്നെ വൈകി വന്നവരൊക്കെ ഉണ്ട്. ഈ ഖുതുബയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് എന്തായിരിക്കണം? നമ്മൾ പലപ്പോഴും പല ആളുകളും ഈ കൂട്ടത്തിൽ നിയ്യത്ത് തന്നെ വെച്ചിട്ടുണ്ടാകൂല. വെള്ളിയാഴ്ചയാണ്, എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ വരുന്നുണ്ട്, അതൊരു യാന്ത്രികമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ്. അതിന് അല്ലാഹു തആല പ്രതിഫലം നൽകുകയില്ല. നമ്മൾ ഈ പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ കൃത്യമായ ബോധം ഉണ്ടാകണം, അല്ലാഹു എനിക്കിതിന് പ്രതിഫലം നൽകണം, ഞാൻ അല്ലാഹുവിന് വേണ്ടി മാത്രമാണ് ഈ പള്ളിയിലേക്ക് പോകുന്നതെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് പ്രതിഫലം കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഒരുപാട് അമലുകൾ നമുക്ക് അങ്ങനെ നഷ്ടമായിട്ടുണ്ടാകും. നമ്മൾ ഒരു ഉദ്ദേശം വെക്കൂല, ഒന്നും വെക്കൂല, ലോകമാന്യത അല്ലെങ്കിൽ ആളുകൾ കാണാനുള്ള ചിന്ത ഉണ്ടാകൂല, അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണം എന്നുള്ള ചിന്തയും ഉണ്ടാകൂല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് കൃത്യമായ ഉദ്ദേശം ഉണ്ടായിരിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അമലുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. അത് അമലിന്റെ സ്വീകാര്യതയെ ബാധിക്കുന്ന,
അമലിന്റെ ഷർത്തല്ലെങ്കിൽ കൂടി അമലിന്റെ സ്വീകാര്യതയെയും അതിന്റെ പ്രതിഫലത്തെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുള്ള ചരിത്രമാണ് ഹാബീലിന്റെയും ഖാബീലിന്റെയും ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കളുടെ സംഭവം. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഹാബീൽ ഖാബീൽ രണ്ട് വ്യക്തികൾ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കളാണ്. ഹാബീലും ഖാബീലും അള്ളാഹുവിന് ബലിയർപ്പിച്ചു, ഖുർബാൻ നടത്തി. പക്ഷേ ഖാബീലിന്റെ ഖുർബാൻ അള്ളാഹ് തള്ളി. ഹാബീലിന്റെ ഖുർബാൻ ബലികർമ്മം അള്ളാഹു സ്വീകരിച്ചു. ആ സമയത്ത് നിരാശനായിക്കൊണ്ട് ഖാബീൽ ഹാബീലിനോട് പറയുന്നുണ്ട്, ലഅഖ്തുലന്നക, ഞാൻ നിന്നെ കൊല്ലും എന്ന് അദ്ദേഹം പറഞ്ഞു. ആ സമയത്ത് നല്ലവനായ മുത്തഖിയായിട്ടുള്ള ഹാബീൽ പറയുന്ന വചനമുണ്ട്, ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖികളിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുക. നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ സൽക്കർമ്മം അള്ളാഹു മുത്തഖികളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞ വചനം സൂറത്തുൽ മാഇദയിലെ 27-ാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖികളിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. ഈ തഖ്വ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം, ഒന്നാമത്തെ ഉദ്ദേശം ശിർക്കാണെന്ന് ഇമാം വഹാഖ് റഹിമഹുള്ളയെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലുള്ള ആളുകൾ പറഞ്ഞു, നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുകയാണെങ്കിലും ആ കർമ്മത്തിൽ നമ്മൾക്ക് തഖ്വ ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ നമുക്ക് തഖ്വയുണ്ടോ എങ്കിൽ മാത്രമേ അള്ളാഹു ആ കർമ്മം സ്വീകരിക്കുകയുള്ളൂ. കാരണം മഹാന്മാരായ സലഫുകളൊക്കെ ഈ ആയത്തിനെ വല്ലാതെ പേടിച്ചിരുന്നു. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖികളിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള ഈ വചനം മഹാന്മാരായ സ്വഹാബത്തും അതുപോലെ തന്നെ സലഫുകളൊക്കെ വല്ലാതെ പേടിച്ചിരുന്നൊരായത്താണ്. അവർക്ക് പേടിയാണ് അവരുടെ അമലുകൾ സ്വീകരിക്കുകയില്ലയോ തഖ്വയില്ലാത്തതുകൊണ്ട് എന്ന കാരണം. മഹാനായ ആമിർ ഇബ്നു അബ്ദില്ലാ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണ്, ബകാ ആമിർ ഇബ്നു അബ്ദില്ലാ ഇൻദൽ മൗത്ത്. ഈ ആമിർ ഇബ്നു അബ്ദില്ലാ റഹിമഹുല്ലാഹ് മരണസമയത്ത് പൊട്ടിക്കരയുകയാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, മാ യുബ്കീക, എന്താണ് താങ്കളെ കരയിപ്പിച്ച കാര്യം, മരണസമയത്ത് കരയാനുള്ള കാരണം? അദ്ദേഹം പറയുന്നത്, ആയത്തും ഫീ കിതാബില്ല, അള്ളാഹുവിന്റെ കിതാബിലുള്ള ഒരു ആയത്താണ് എന്നെ കരയിപ്പിച്ചത്. അദ്ദേഹത്തോട് ചോദിച്ചു അയ്യത്തു ആയത്തിൻ, ഏത് ആയത്താണ് താങ്കളെ കരയിപ്പിച്ചത്? അദ്ദേഹം പറയാണ്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖികളിൽ നിന്ന് മാത്രമേ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ എന്ന ആയത്താണ് എന്നെ കരയിപ്പിച്ചത് എന്ന് ആമിർ ഇബ്നു അബ്ദില്ലാ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്ന വചനം കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ലഅൻ അസ്തൈഖിന അന്നല്ലാഹ തഖബ്ബല മിന്നി സ്വലാത്തൻ വാഹിദ, അള്ളാഹു എന്നിൽ നിന്ന് ഒരു സ്വലാത്ത്, ഒരു നമസ്കാരം എന്നിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന ഉറപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹു ഞാൻ നിസ്കരിച്ചിട്ടൊരു നിസ്കാരം എന്നിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന ഒരു ഉറപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ, ആ കിട്ടുക എന്നുള്ളതാണ് അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവിനുള്ളതിനേക്കാൾ എനിക്ക് ഇഷ്ടം അതാണ്. ഞാൻ ചെയ്തൊരു അമൽ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടാകുക, അതെനിക്ക് ഉറപ്പ് കിട്ടുക എന്നുള്ളതാണ് എനിക്ക് ഈ ദുനിയാവിനേക്കാൾ എനിക്ക് ഇഷ്ടം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറയാൻ, ഇന്നല്ലാഹ യഖൂൽ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖികളിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുക എന്ന ആയത്തുള്ളത് കൊണ്ട് തന്നെ ഞാൻ നമസ്കരിച്ച ഒരുപാട് നമസ്കാരങ്ങളിൽ നിന്നും ഒരു നമസ്കാരമെങ്കിലും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നൊരു ഉറപ്പ് എനിക്ക് കിട്ടുക എന്നുള്ളതാണ് ഈ ദുനിയാവ് ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം എന്ന് മഹാനായ സ്വഹാബി അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവരൊക്കെ പേടിച്ചിട്ടുള്ള, അവരൊക്കെ ഭയപ്പെട്ടിട്ടുള്ള ഒരു ആയത്താണ് ഈ പറഞ്ഞിട്ടുള്ള ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ തഖ്വ എന്നുള്ള കാര്യം. നമ്മൾക്ക് ആ തഖ്വ നേടാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് യഥാർത്ഥത്തിൽ ഈ റമദാൻ എന്നുള്ളത്. അല്ലാഹു തആല ഈ റമദാനിലെ നോമ്പിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞപ്പോൾ നോമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്തിനാണ്? കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. ആ നോമ്പിലൂടെ നമുക്ക് തഖ്വ കരസ്ഥമാക്കാൻ സാധിക്കണം. ആ തഖ്വ കരസ്ഥമാക്കാനുള്ള വലിയൊരു അവസരമാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ തഖ്വ ഈ നോമ്പിലൂടെ എടുക്കുക എന്നുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മുടെ ആളുകൾ നോമ്പ് മുറിക്കുന്നവർ തന്നെയുണ്ട്, നോമ്പെടുക്കുന്നവരിൽ കൂട്ടത്തിൽ തന്നെ അത് സ്വീകരിക്കപ്പെടുമോ എന്നുള്ള അറിയില്ല. എന്നാൽ നോമ്പ് മുറിച്ചു കളയുന്ന ആളുകൾ തന്നെ ഇന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കും. അവൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോമ്പ് മുറിക്കുക, നോമ്പെടുക്കാതിരിക്കുക, നോമ്പ് അവരുടെ ജീവിതത്തിൽ നോൽക്കുന്നില്ല. അവർ വീട്ടിൽ നോമ്പുകാരായിരിക്കും, പക്ഷെ അവർ നോമ്പ് മുറിക്കുന്നവരാണ്. വളരെ ഗുരുതരമായ വിഷയമാണ്.
അവർക്ക് നോമ്പ് കൊണ്ടുള്ള ഉദ്ദേശം തഖ്വയാണെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോമ്പെടുക്കാനുള്ള മനസ്സുപോലും അവർക്കില്ല. വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്, നമ്മൾ ശ്രദ്ധിക്കണം. അതിനെ താക്കീത് നൽകിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നോമ്പ് മുറിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കാരണമില്ലാതെ നോമ്പ് മുറിക്കുന്നവർ, നോമ്പെടുക്കാത്തവർ, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ധാരാളക്കണക്കിന് ആളുകൾ, മുസ്ലിം പേരുള്ള ആളുകൾ നോമ്പെടുക്കുന്നില്ല, അതുപോലെ തന്നെ നോമ്പ് മുറിക്കുന്നവരാണ്. അവർക്ക് ഉള്ള ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് സംഭവം? ബൈന അന നായിമുൻ, റസൂലുള്ളാഹി ഉറങ്ങുകയായിരുന്നു. റസൂലിന്റെ സ്വപ്നം അത് വഹിയാണ്. ആ സമയത്ത് അതാനി റജുലാനി, എന്റെ അടുത്തേക്ക് രണ്ടാളുകൾ വന്നു, രണ്ട് മലക്കുകൾ റസൂലിന്റെ അടുത്തേക്ക് വന്നു. ഫഅഖദാ ബിളബ്ഇയ, റസൂലിന്റെ കൈയിനെ ഇങ്ങോട്ട് പിടിച്ചു. ഫഅതയാ ബിഹി ജബലൻ വഇറ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ഒരു കുത്തനെയുള്ള ഒരു മലയുടെ, ഒരു പർവ്വതത്തിന്റെ അടുത്തേക്ക് റസൂലിനെ കൊണ്ടുപോയി. കുത്തനെയുള്ള ഒരു കുന്നാണ്. എന്നിട്ട് ആ മലക്കുകൾ അവരോട് പറഞ്ഞു, ഇസ്അദ്, ഈ കുന്നിൽ മുകളിൽ നീ കയറണം, ഈ മലക്ക് മുകളിൽ നീ കയറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലാ ഉതീഖുഹു, എനിക്കത് സാധിക്കൂല, ഈ കുത്തനെയുള്ള കുന്നിൽ, ഈ പർവ്വതത്തിൽ കയറാൻ എനിക്ക് സാധിക്കൂലെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ആ സമയത്ത് മലക്കുകൾ പറഞ്ഞു, ഇന്നാ സനുസഹിലുഹു ലക, നീ കയറിക്കോ, ഞങ്ങൾ നിനക്ക് എളുപ്പമാക്കി തരും, ഞങ്ങളുടെ സഹായം നിനക്കുണ്ടാകും, നിനക്ക് ധൈര്യമായി കയറാം എന്ന് മലക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി പറയാൻ, ഫസഅഇതു ഹത്താ കുൻതു ഫീ സബാഇൽ ജബൽ, അങ്ങനെ ഞാൻ ആ കുന്നിന്റെ മുകളിൽ കയറി, ആ പർവ്വതത്തിന്റെ മുകളിൽ കയറി അതിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തെത്തിയപ്പോൾ ബിഅസ്വാത്തിൻ ശദീദ, ആ സമയത്ത് വലിയ ഭീകരമായ ശബ്ദം ഞാൻ കേൾക്കുകയാണ്. ആ പർവ്വതത്തിന്റെ മുകളിലെത്തിയപ്പോൾ ഭീകരമായ ശക്തമായ ശബ്ദങ്ങൾ. ആ സമയത്ത് റസൂലുള്ളാഹി ചോദിച്ചു, മഹാദിൽ അസ്വാതു, എന്താണ് ഈ ശബ്ദങ്ങൾ എന്ന് മലക്കുകളോട് ചോദിച്ചു. ആ സമയത്ത് മലക്കുകൾ അവരോട് പറഞ്ഞു, ഹാദാ റുവാഉ അഹ്ലിൻ നാർ, ഇത് നരകക്കാരുടെ അട്ടഹാസമാണ്, നരകവാളികളുടെ അട്ടഹാസമാണ് ഈ കേൾക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്കുകൾ മറുപടി പറഞ്ഞു. സുമ്മൻ തലഖാബി, എന്നെയും കൊണ്ട് അവർ പിന്നീട് സഞ്ചരിച്ചു എന്ന് റസൂലുള്ളാഹി പറയുന്ന കാര്യമാണ്. ഇനിയാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ഫൈദ അന ബിഖൗമിൻ മുഅല്ലഖീന ബിഅറാഖീബിഹിം, ഞാനൊരു വിഭാഗം ആളുടെ അടുത്തേക്ക് എത്തി. അവരുടെ കാലിന്റെ മുകളിലുള്ള ഞരമ്പ്, അഥവാ നെരിയാണിക്ക് മുകളിലുള്ള ഞരമ്പിനാണ് ഉർഖൂബ് എന്ന അറബിയിൽ പറയാം. അതുകൊണ്ട് അവരെ ചുറ്റപ്പെട്ടിട്ടുണ്ട്. ആ അവരുടെ തന്നെ കാലിന്റെ നെരിയാണിക്ക് മുകളിലുള്ള ആ ഞരമ്പ് കൊണ്ട് അവരെ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില ആളുകളെ കണ്ടു. മാത്രമല്ല മുശഖഖത്തിൻ അസ്ദാഖുഹും, അവരുടെ വായയുടെ ഭാഗം അത് കീറപ്പെട്ടിട്ടുണ്ട്, മുറിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല തസീലു അസ്ദാഖുഹും ദമ, ആ വായയിൽ നിന്ന് രക്തമൊലിക്കുന്നുണ്ട്. അത്തരത്തിൽ കുറച്ച് ആളുകളെ ഞാൻ കണ്ടു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളോട് ചോദിച്ചു, മൻ ഹഉലായി, ആരാണ് ഈ വിഭാഗം ആളുകൾ, ആരാണിവർ? ഈ നെരിയാണിക്ക് മുകളിലുള്ള ആ നരമ്പ് കൊണ്ട് ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ, അതുപോലെ തന്നെ വായയുടെ ഭാഗം കീറപ്പെട്ട അവസ്ഥയിൽ, രക്തമൊലിക്കുന്ന അവസ്ഥയിലുള്ള ഈ വിഭാഗം ആളുകൾ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകൾ പറഞ്ഞു, ഹഉലായി അല്ലദീന യുഫ്തിറൂന ഖബ്ല തഹില്ലത്തി സൗമിഹിം, നോമ്പെടുത്തിട്ട് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ, അഥവാ ഇഫ്താറിന്റെ സമയമാകുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷയാണ്. അഥവാ നോമ്പെടുത്തിട്ട് നോമ്പ് മുറിക്കുക, അത്തരം ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മലക്കുകൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് നോമ്പ് മുറിക്കുന്ന, നോമ്പെടുക്കാത്ത ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വായിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ ചിന്തിക്കണം, ഈ വായ നാളെ ഖബറിൽ കീറപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. നമ്മൾ നോമ്പെടുത്തിട്ട് നോമ്പ് മുറിക്ക് വേണ്ടിയിട്ടാണ് ആ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമ്മുടെ വായ നാളെ കീറപ്പെടുന്ന, രക്തമൊഴുകുന്ന വേദനയേറിയ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തേണ്ടി വരുമെന്നുള്ളത് നോമ്പ് മുറിക്കുന്നവർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ വീടുകളിലൊക്കെ അത് സംഭവിക്കുന്നുണ്ടാകും. കാരണം നമ്മുടെ വീട്ടിൽ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാകും. അവർക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടാകും. നമ്മളവിടെ ക്ലാസ് നോക്കുമ്പോൾ 8-ലെത്തിയിട്ടുള്ളൂ, അതുപോലെ 9-ലെത്തിയിട്ടുള്ളൂ എന്നുള്ള ധാരണയിൽ മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കാതെ അവർക്ക് ഭക്ഷണം യഥേഷ്ടം കൊടുക്കും. നോമ്പ് കാലത്ത് അവർ പ്രായപൂർത്തിയെത്തിയവരാണെങ്കിൽ അവർക്ക് നോമ്പ് നിർബന്ധമാണ്. അവർക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. കാരണം അവർ നോമ്പെടുത്തിട്ടും ഈ നോമ്പ് മുറിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അവർ നോമ്പ് നിർബന്ധമായി നോൽക്കേണ്ടവരാണ്. എങ്കിൽ ഇവർ എന്നിട്ടും നോമ്പ് മുറിക്കുന്ന അവസ്ഥയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ ശിക്ഷ ലഭിക്കും എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട്
അൽബാനി റഹിമഹുള്ള പറഞ്ഞു, ഹാദിഹി ഉഖൂബത്തു മൻ സാമ സുമ്മ അഫ്തറ അംദ. ഈ ശിക്ഷ ആർക്കാണ്? നോമ്പെടുത്തിട്ട് അത്താഴത്തിന് അദ്ദേഹം ഭക്ഷണം കഴിച്ച് നോമ്പെടുത്താണ്, എന്നിട്ട് അയാൾ കരുതിക്കുട്ടി നോമ്പ് മുറിക്കുന്നവർ ലഭിക്കുന്ന ശിക്ഷയാണിത്. കരുതിക്കുട്ടി നോമ്പെടുത്തിട്ട് നോമ്പ് മുറിക്കുന്നവരുടെ ശിക്ഷയാണിത്. ഖബ്ല ഹുലൂലി വഖ്തിൽ ഇഫ്താർ, ഇഫ്താറിന്റെ സമയമാകുന്നതിന് മുമ്പ് നോമ്പ് മുറിക്കുന്നവനുള്ള ശിക്ഷയാണ്. നോമ്പെടുത്തിട്ടുണ്ട് എന്നിട്ട് നോമ്പ് മുറിക്കുന്നവരുടെ ശിക്ഷയാണിത്. എങ്കിൽ ഫകൈഫ യകൂനു ഹാലു മൻ ലാ യസൂമു അസ്ല, തീരെ നോമ്പെടുക്കാത്തവന്റെ അവസ്ഥ എന്തായിരിക്കും? നോമ്പെടുത്ത് മുറിച്ച ആൾക്കുള്ള ശിക്ഷയാണിത്. എങ്കിൽ തീരെ നോമ്പെടുക്കാത്തവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റുള്ള കാര്യം, മഹാന്മാരായ സലഫുകൾ, സത്യവിശ്വാസികളായിട്ടുള്ള മുൻഗാമികളൊക്കെ നോമ്പെടുക്കാത്തവരെ സംബന്ധിച്ച് എന്താണ് മനസ്സിലാക്കിയിരുന്നത്? ഇമാം ദഹബി റഹിമഹുള്ള പറയുകയാണ്, വഇൻദൽ മുഅ്മിനീന മുഖററുൻ അന്ന മൻ തറക സൗമ റമളാൻ, സത്യവിശ്വാസികൾ എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്, റമളാനിലെ നോമ്പ് ആരെങ്കിലും ഒഴിവാക്കി, ബിലാ മറദിൻ വല ഗറദിൻ, പ്രത്യേക കാരണമില്ലാതെ ഒരു രോഗമൊന്നുമില്ലാതെ റമളാനിലെ നോമ്പ് ആരെങ്കിലും ഒഴിവാക്കിയാൽ അന്നത്തെ കാലത്ത് മുസ്ലിങ്ങൾ അംഗീകരിച്ചിട്ടുള്ള വിഷയം എന്താണ്? അത് അന്നഹു ശർറുൻ മിനസ് സാനി വ മുദ്മിനിൽ ഖംർ. ഇമാം ദഹബി റഹിമഹുള്ള പറയുകയാണ്, അവൻ വ്യഭിചാരിയേക്കാളും അതുപോലെ തന്നെ മുഴുകുടിയൻ എന്നും കള്ളു കുടിക്കുന്ന ഒരു മദ്യപാനിയേക്കാളും മോശമാണ് അവൻ എന്നാണ് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. മാത്രമല്ല ബൽ യശുക്കൂന ഫീ ഇസ്ലാമിഹി, അവന്റെ ഇസ്ലാമിൽ സത്യവിശ്വാസികൾക്ക് സംശയം ഉണ്ടാകും. വയദുന്നൂന ബിഹി അസ്സന്ദഖത വൽ ഇൻഹിലാൽ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ നിരീശ്വരവാദിയാണ് എന്നുവരെ സത്യവിശ്വാസികൾ അവനെ കുറിച്ച് സംശയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റമദാനിലെ നോമ്പ് ഒഴിവാക്കിയവൻ, അവനെ സംബന്ധിച്ച് അവൻ മുസ്ലിമാണോ എന്ന് പോലും സത്യവിശ്വാസികൾ സംശയിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അവർ വ്യഭിചാരിയേക്കാളും അതുപോലെ തന്നെ മുഴുകുടിയനേക്കാളും അവൻ ഷർറായിട്ടുള്ളവനാണ്, മോശമായിട്ടുള്ളവനാണ് എന്നാണ് സത്യവിശ്വാസികളായിട്ടുള്ള മുൻഗാമികൾ മനസ്സിലാക്കിയിരുന്നത് എന്ന് ഇമാം ദഹബി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. ഗുരുതരമായ വിഷയമാണ്. തഖ്വയോടുകൂടി നമ്മൾ കാര്യങ്ങൾ നീക്കണം. ഒരിക്കലും മുത്തഖിയല്ലാത്തവന്റെ അമലുകൾ അതിന്റെ പ്രതിഫലത്തിൽ കുറവുണ്ടാകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു തആല മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. നമ്മുടെ അമലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. അതിൽ അവസാനം പറഞ്ഞിട്ടുള്ള തഖ്വയാണ്. തഖ്വയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മുത്തഖികൾ എന്ന് പറഞ്ഞ എല്ലാവരും ഒരു തട്ടിലല്ല, അതിന് വ്യത്യസ്തമായ മർത്തബകളുണ്ട്. അതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്, അത്തഖ്വ സലാസു മറാത്തിബ, തഖ്വക്ക് 3 മർത്തബകളുണ്ട്. എന്താണ്? ഒന്ന് ഹിമ്യത്തുൽ ഖൽബി വൽ ജവാരിഹി അനിൽ ആസാമി വൽ മുഹറമാത്ത്. അതിൽ ഒന്നാമത്തെ തട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നാമത്തെ മർത്തബ എന്ന് പറഞ്ഞാൽ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അവന്റെ ശരീരത്തെയും അതുപോലെ തന്നെ അവന്റെ അവയവങ്ങളെയും അവന്റെ ഹൃദയത്തെയും ഹറാമിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് തഖ്വയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഒന്നാമത്തെ മർത്തബ. അത് തന്നെയാണ് ഉലമാക്കളൊക്കെ തഖ്വക്ക് നിർവചനം പറഞ്ഞെടുത്ത് എല്ലാവരുടെ നിർവചനങ്ങളും ഒരുമിച്ച് കൂട്ടിയാൽ അതിൽ നിന്ന് കിട്ടുന്ന കാര്യം എന്താണ്? അള്ളാഹു റസൂൽ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുള്ള കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് തഖ്വയുടെ അടിസ്ഥാനം. അതാണ് ഏറ്റവും ഒന്നാമത്തെ മർത്തബ. അത് കഴിഞ്ഞാൽ അടുത്ത മർത്തബ എന്താണ്? ഹറാമുകളിൽ നിന്നും അതുപോലെ തന്നെ നിഷിദ്ധങ്ങളിൽ നിന്നും മാറി നിന്നാൽ പിന്നീട് അടുത്ത മർത്തബ എന്താണ്? ഹിമ്യതുഹാനിൽ മക്രൂഹാത്ത്, കറാഹത്തായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുക. ഹറാമിൽ നിന്ന് വിട്ടുനിന്ന് അടുത്ത സ്റ്റെപ്പ് എന്താണ്? വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് അടുത്ത മർത്തബ. മൂന്നാമത്തെ മർത്തബയാണ് ഏറ്റവും ഉന്നതമായ മർത്തബ, അൽ ഹിമ്യതു അനിൽ ഫുദൂലി മാ ലാ യഅനി. അവന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്ന്, നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അത് ചിലപ്പോൾ ഹലാലായിരിക്കും, പക്ഷേ ആവശ്യമില്ലാത്ത കാര്യമാണോ നമ്മൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുക. അത് ഹറാമായിക്കൊള്ളണമെന്നില്ല. അല്ലാഹു തആല സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞല്ലോ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ്. അനാവശ്യമായ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യനെ നല്ല ഇസ്ലാമിൽപ്പെട്ടതാണ് അവന് ആവശ്യമില്ലാത്ത കാര്യം ഒഴിവാക്കുക എന്നുള്ളത്. ഒരു മനുഷ്യനെ നല്ല ഇസ്ലാമിൽപ്പെട്ടതാണ്. നമ്മുടെ എല്ലാ കാര്യത്തിലും കയറി ഇടപെടേണ്ടതുണ്ട് ഇല്ല. അതാണ് തഖ്വയുടെ ഏറ്റവും വലിയ മർത്തബ. അവന് ആവശ്യമില്ലാത്ത കാര്യമാണോ അതിൽ അവൻ ഇടപെടൂല. അത്രയും സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ് തഖ്വയുടെ ഏറ്റവും ഉന്നതമായ മർത്തബ. ഹറാമിൽ നിന്ന് വിട്ടുനിന്ന് അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള കറാഹത്തായിട്ടുള്ള കാര്യങ്ങളിൽ വിട്ടുനിന്ന് അതിന്റെ ഏറ്റവും ഉന്നതമായ മർത്തബ എന്ന് പറയുന്നത് എല്ലാവിധ
അവൻ ആവശ്യമില്ലാത്ത ഏത് കാര്യത്തിൽ നിന്നും അവൻ വിട്ടുനിൽക്കുക എന്നുള്ളത്, അവനാണ് ഏറ്റവും വലിയ മുത്തഖി, അവൻ ഏറ്റവും വലിയ മർത്തബയിലുള്ള മുത്തഖി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ മർത്തബയിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.